വല്ലാറപാടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ വണ്ടി ഇപ്പോൾ ഇത്തിരി എയർ കയറാൻ എടുത്തിട്ട് ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് മറ്റേ റൈസെല്ലാം കിടക്കണമെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുത്തിട്ട് വല്ലാറപാടത്തിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സ് എന്താ, ഈ കാട് പോണ വഴിക്ക് ആ ബാറ്റൊന്ന് കാണിച്ചു നോക്കാം. ചിലപ്പോൾ നമുക്ക് കണ്ടറി കയറ്റി കഴിയുമ്പോൾ അടിയിൽ ഈ ലോക്ക് തിരിച്ചിട്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ 4 മണിയായി. അപ്പോൾ രാവിലെ തന്നെ വൈഫ് എണീറ്റിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഇന്ന് ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ, ഒരു ലോഡ് എടുക്കണതും ഇറക്കണതും കമ്പനിയിൽ ലോഡ് ചെയ്യണതും എല്ലാം കൂടിയിട്ട് കൂട്ടിയിണക്കിയിട്ട് ഒരു ഫുൾ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്, ഫസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ ആണ് ഈ കൊല്ലത്തെ. ഇപ്പോൾ 20-25 ദിവസമായിട്ട് ഞാനിപ്പോൾ ലീവായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ഞാൻ വണ്ടിയിൽ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നാളിപ്പോൾ വണ്ടി കയറണത്. ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഫുള്ളായിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു 18 കിലോമീറ്റർ ഇവിടെ നിന്ന് വല്ലാറപാടത്തേക്ക്, അതായത് വണ്ടി കിടക്കുന്ന സ്പോട്ടിലേക്കുണ്ട്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടേക്കണം, അവിടെ പോയിട്ട് വണ്ടി എടുക്കണം. അവിടെ നിന്ന് വല്ലാറപാടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടെയ്നർ എടുക്കണം, എംപ്റ്റി കണ്ടെയ്നർ അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് നേരെ അവിടെ നിന്ന് കോട്ടയം പോയി കോട്ടയം കമ്പനിയിൽ നിന്ന് സ്റ്റഫ് ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് അതാണ്. ഇന്നൊരു വണ്ടിക്ക് ഓട്ടോ ഉള്ളു. ഞാനെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്നെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. കുമ്പളങ്ങി കഴിയാറായി. ഇപ്പോൾ അവിടെ നിന്ന് നേരെ എറണാകുളം വരെ എത്തണം. അപ്പോൾ എറണാകുളം വഴി നേരെ വല്ലാറപാടം പോകണം. വല്ലാറപാടത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി കിടക്കുന്നത് അപ്പുറത്ത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ വണ്ടി കിടക്കുന്നതിലേക്ക് പോകണം. 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വല്ലാറപാടം കാണുന്നത്. വല്ലാറപാടം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടി കിടക്കുന്നത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വണ്ടി എടുത്തിട്ട് ഇന്ന് ശനിയാഴ്ച ചെയ്തുകൊണ്ട് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വണ്ടി എടുത്ത് മറ്റേ വലിയ വണ്ടി എടുക്കണതിൻ്റെ അവിടെ കൊണ്ടിടണം. 40 എടുക്കണതിൻ്റെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേണം 40 അവിടെ നിന്ന് എടുക്കാനുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി തിരിച്ചു വരുമ്പോൾ വണ്ടി അവിടെ ഇടാൻ സ്ഥലം കിട്ടിയത്. ഒന്നാമത് ശനിയാഴ്ചയാണ്, ഫുൾ ടൈറ്റ് ആയിരിക്കുമല്ല ഇന്ന്. ഇനി ആ വണ്ടി ഇപ്പോൾ ഇത്തിരി എയർ കയറാൻ എടുത്തിട്ട് ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് മറ്റേ വണ്ടി ഒന്ന് കണ്ടുപിടിക്കണം. ആ സമയത്ത് ആ വണ്ടി കണ്ടുപിടിച്ചിട്ട് അത് എവിടെ കിടക്കണമെന്ന് നോക്കിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിൽ കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ വണ്ടി എയർ കയറാണ്ട് ഇത്തിരി ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അതിന് എയർ ലീക്കുള്ളൊരു വണ്ടിയാണ്, നല്ല ശരിക്കും എയർ ലീക്കുണ്ട്. എത്ര ശരിയാക്കിയിട്ട് ശരിയാവുള്ള എയർ ലീക്ക്. പിന്നെ വണ്ടി പഴയതാണ്, ഒരു 10-14 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. എന്നാലും വണ്ടി പുലിയാണ് ഇപ്പോൾ. പിന്നെ ആ വണ്ടി എവിടെ കിടക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ, മറ്റേ ഡ്രൈവറുണ്ട്, ആ ഡ്രൈവർ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് വണ്ടി കിടക്കുന്ന സ്പേസ് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ കിടക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒരു വണ്ടിയുണ്ട്. ഇത് കൂടാതെ ഒരു വണ്ടി ലെഫ്റ്റിലോട്ട് കയറുന്നതിനുണ്ടെന്ന് പറഞ്ഞു. മറ്റേ ആ വണ്ടി എടുത്തോണ്ട് പോവാം, അത് ടയറെല്ലാം നല്ലതാണ്. നമ്മുടെ മറ്റേ വണ്ടിയും കണ്ടുപിടിച്ച്. അപ്പോൾ അതിവിടെ ഉണ്ട് സാധനം. ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ട് മറ്റേ ചെറിയ വണ്ടി കൊണ്ടുവന്നിടണം. എന്നാലേ രാത്രി വരുമ്പോൾ നമുക്കിവിടെ സ്ഥലം ഉണ്ടാവും. എന്നിട്ട് ചെറിയ വണ്ടി കിടക്കണതിൻ്റെ അവിടെ കൊണ്ടുപോയി കാറിടണം. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ സ്ഥലം ഉണ്ടാവും. ഇങ്ങനത്തേക്ക് ചെറിയ ഐഡിയ ഒക്കെ ചെയ്യാതെ ഇവിടെ നടക്കില്ല.
നമുക്ക് രാത്രി കൊണ്ടുവന്നിട്ട് 20 ഇടാൻ പറ്റിയ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ വണ്ടിയാണ് ഇത്. ഇപ്പം തൽക്കാലം ഇപ്പോൾ ആരും പെട്ടെന്ന് ഇത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലിട്ടിട്ട് പോണേ രാത്രി വരുമ്പോൾ നമുക്ക് ഈ ചെറിയ വണ്ടി എടുത്ത് അവിടെ ഇടണം, എന്നിട്ട് കാറെടുത്തിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ ആ ചെറിയ വണ്ടി കൊണ്ട് ഇടുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ കൊണ്ടുപോകണ 40 ആ ട്രെയിലർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് പ്രതീക്ഷ. രാത്രി വരുമ്പോൾ അവിടെ നിന്ന് സ്റ്റഫ് ചെയ്ത് കിട്ടുമോ, തിരിച്ച് പെട്ടെന്ന് വരാൻ പറ്റുമോ, ഇതൊന്നും അറിയാൻ പാടില്ല. എന്തായാലും പോണേ. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് മാറ്റിയിട്ട് വേണം ചെറിയ വണ്ടി ഇവിടെ ഈ സ്പേസിൽ കൊണ്ടുവന്നിട്ട്. ഇത്രയും ദിവസം കിടന്നുകൊണ്ട് ഒട്ടും എയറൊക്കെ ലീക്കായി. പുതിയ വണ്ടിയാണ്, നല്ല എയർ ലീക്കായിട്ട് വണ്ടി മൊത്തം പൊടിയാണ്. അപ്പോൾ കണ്ടെയ്നർ വെള്ളാറോടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെയ്നർ കയറ്റിയിട്ട് വേണം പോണതിന് മുമ്പായിട്ടൊന്ന് കഴുകണം. വണ്ടി ഫ്രണ്ടൊക്കെ ഒന്ന് ശരിക്കും കഴുകിയെടുക്കണം. മൊത്തം പൊടിയാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് കിടക്കണം. ഇപ്പോൾ വണ്ടി ഓട്ടോ ഇല്ലായിരുന്നു, മറ്റേ ഡ്രൈവർ ഓടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓട്ടോ ഇല്ലായിരുന്നു വണ്ടിക്ക്. ഇതാണ് അവസ്ഥ. എല്ലാ ദിവസമൊന്നും ഓട്ടോ ഒന്നും ഇല്ല. എല്ലാ ദിവസമൊക്കെ ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രാജാക്കന്മാർ. എയറില്ലാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ ക്ലച്ച് അനങ്ങണ പോലും ഇല്ല. ക്ലച്ചൊക്കെ ടൈറ്റായിട്ട് ഗിയറും ഇടാൻ പറ്റില്ല, ഗിയറൊക്കെ ടൈറ്റാണ്. പക്ഷേ ഇത് ഫുള്ള് എയറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യണോടെ. എയർ ലീക്കായി പോയി കഴിഞ്ഞാൽ എയർ കറക്റ്റ് ഫില്ല് ചെയ്യാണ്ട് ക്ലച്ച് ചവിട്ടാൻ പറ്റില്ല, ഗിയർ ഇടാൻ പറ്റില്ല. ഈ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുത്തിട്ട് ഇത് വണ്ടി കിടന്ന സ്ഥലത്തോട്ടൊന്ന് ഇടണം. അപ്പോൾ അത് ബാക്കിലും ഫ്രണ്ടിലും വേറെ വണ്ടി വരാത്ത വിധത്തിൽ വേണം ഈ ഗ്യാപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കിലും സ്ഥലമില്ല, ഫ്രണ്ടിലും സ്ഥലമില്ല. അപ്പോൾ ഫ്രണ്ടിലിപ്പോൾ ചെറിയ വണ്ടി കൊണ്ടൊന്നും ഒതുക്കാൻ ചാൻസും ഇല്ല. ഇവിടെ ഈ ഒരു വാല് കിടക്കുന്നത് കംപ്ലൈൻറ്റ് വാലൻ. അപ്പോൾ ഇങ്ങനെ കിടക്കണോണ്ട് ഇവിടെ വേറെ വണ്ടി വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇല്ല, വെള്ളാറോടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടെയ്നർ, കാലി കണ്ടെയ്നർ എടുക്കുക. ഇവിടെ ഒരു മറ്റേ ഹെഡ് സെൻസറാണ് ഇത്. ഐ സെൻസർ താഴ്ത്ത്, ഹെഡ് സെൻസർ മുകളിൽ. അത് തല ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങണമെന്ന് അതിന് സെൻസ് ചെയ്തിട്ട് ഈ സെൻസർ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല ഈ സൗണ്ട് കേട്ട് ചെയ്യാൻ. വണ്ടി മൊത്തം പൊടിയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. കഴുകാൻ നേരിച്ചാൽ വണ്ടിയുടെ അതിപ്പോൾ വെള്ളം കണ്ടില്ല നോക്കിയിട്ട്. ഇപ്പോൾ വെള്ളാറോടത്തിൻ്റെ ഉള്ളിൽ കയറി കണ്ടെയ്നർ എടുത്ത് പുറത്തോട്ട് വന്നിട്ട് വേണം എൻ്റെ ഗ്ലാസ് ഒന്ന് ക്ലിയർ ആക്കാൻ. ഓപ്പോസിറ്റ് ഒരു വണ്ടി ഒന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ സൗണ്ട് ചില നേരം നമുക്ക് വെറുത്തു, അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടേ ഇതടിച്ചുകൊണ്ടേ ഇരിക്കും ഈ സെൻസർ. ചില സമയത്ത് നമ്മൾ വണ്ടി തിരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് നോക്കുമ്പോൾ ആ സെൻസർ ഇങ്ങനെ ഒരു രക്ഷയില്ല, അടിച്ചുകൊണ്ടിരിക്കും. ചെവി പോകും നമുക്ക് ചില നേരം. ഒരു ഓപ്ഷനും കൂടി വെച്ചാൽ കൊള്ളായിരുന്നു. ഇതിൻ്റെ സൗണ്ട് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡത്തേക്ക് കുറക്കാൻ, അല്ലെങ്കിൽ ഒരു മിനിറ്റത്തേക്ക് ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഓപ്ഷൻ വെച്ച് വെച്ചെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. വണ്ടി തിരിക്കുമ്പോഴേക്കും, വണ്ടി തിരിഞ്ഞ് നോക്കി ഓടിക്കേണ്ട അവസ്ഥ വരുമ്പോഴേക്ക് അപ്പോഴും ഫുൾ ടൈം ഈ സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. പ്രശ്നം. അപ്പോൾ ഒരു രൂപ വെള്ളം കിട്ടി വണ്ടിയുടെ നോക്കിയപ്പോൾ. അപ്പോൾ ആ വെള്ളം കൊണ്ട് അങ്ങോട്ട് നൈസായിട്ട് ഫ്രണ്ടെങ്കിലും കഴുകിയിട്ട് കയറാം, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഇനി വെള്ളാർപാടത്തിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് അതിനകത്ത് അവിടെ റീഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറണം. അപ്പോൾ വെള്ളാർപാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ അവിടെ ഈ കാർഡ് റീഡ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവും.
വണ്ടി കയറുമ്പോൾ വണ്ടിയുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് കയറിയിരിക്കണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ പാസ് റീഡ് ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേറെ ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും വേറെ പ്രോസസ്സൊന്നും ഇല്ല, നമുക്ക് സിമ്പിളായിട്ട് അവിടെ കയറി പോകാം അതിനകത്തേക്ക്. അപ്പോൾ ഈ കാർഡ് വന്ന വഴിക്ക് ഇവിടെ കാണിക്കുമ്പോൾ റീഡാവും, ഓട്ടോമാറ്റിക് അത് പൊങ്ങും, പിന്നെ കാർഡിൻ്റെ ആവശ്യമില്ല. ഇവിടെ നേരത്തെ പണ്ട് ആദ്യ സമയത്തൊക്കെ 10 രൂപ കൊടുത്തിട്ടാണ് കയറിക്കൊണ്ടിരുന്നത് വെച്ചാൽ, പിന്നെ അത് കാർഡാക്കി. ഇനിയിപ്പോൾ കാർഡില്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് 100 രൂപ കൊടുത്താലേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ലൈസൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ കാര്യമില്ല, 100 രൂപ അടച്ചാലേ ഇവിടെ കയറി വണ്ടി അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ലൈസൻസ് വേണം, ലൈസൻസ് ഇല്ലെങ്കിൽ കയറ്റിയുമില്ല. ഒരു സെക്യൂർഡ് പരിപാടിയാണത്. എന്നുവെച്ചാൽ ഇതിനകത്തേക്ക് പിന്നെ ക്ലീനർമാരൊക്കെ കയറ്റില്ല വണ്ടി വല്ലാറോടത്തിൻ്റെ ഉള്ളിലേക്ക്. എൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ വേറെ വർക്കൊന്നുമില്ല. ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് പോകുന്നു, ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുമില്ല. നേരെ കണ്ടെയ്നർ എടുക്കുന്ന സ്ഥലത്തേക്കാണ് വണ്ടി പോകുന്നത്. MT എടുക്കുമ്പോൾ, ലോഡ് എടുക്കുമ്പോൾ ഇവിടെ ചില സമയത്ത് നല്ല സമയം പിടിക്കാറുണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പിടിക്കും. ചില സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിരിക്കും. അത് നമ്മുടെ ഭാഗ്യം പോലെ. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നാൽ അത് നമ്മുടെ ഭാഗ്യം. അന്നത്തെ ദിവസം നല്ല ദിവസം എന്ന് പറയും. അങ്ങനെ സ്മൂത്തായിട്ട് നടക്കൽ കുറവാണ്, എന്നാലും ചില സമയത്തൊക്കെ സ്മൂത്തായിട്ട് നടക്കും. ഇന്നിപ്പോൾ എന്തായിട്ട് നടക്കുമെന്ന് ഇതിനറിയാം, നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് നേരെ ബബിൾ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. ബബിൾ ഗേറ്റിൽ ചെന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കണ്ടെയ്നർ എടുക്കാനുള്ള കണ്ടെയ്നർ നമ്പർ മേടിക്കണം. അപ്പോൾ നമുക്കൊരു ഫോം ഉണ്ട് ഫില്ല് ചെയ്യാനുള്ള. അപ്പോൾ ആ ഫോം അവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം, വണ്ടി നമ്പർ എഴുതി വെച്ചിട്ട്. കാരണം അവരാണ് കണ്ടെയ്നർ ഇഷ്യൂ ചെയ്യണത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ നമ്പറൊന്നും ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വണ്ടി നമ്പറും ഡ്രൈവറുടെ പേരും മാത്രം എഴുതിയാൽ മതി. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ 3 ഗേറ്റ് അകത്തേക്ക് കയറാനും 3 ഗേറ്റ് പുറത്തേക്ക് ഇറങ്ങാനും ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാനുള്ളതിൻ്റെ ഫസ്റ്റ് ഗേറ്റിൽ കൂടി മൂന്നാമത്തെ ഗേറ്റ്, ഫസ്റ്റ് ഗേറ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6 ഗേറ്റാണ് ടോട്ടൽ. കുഴപ്പമില്ല, നല്ല ചക്കരായിരുന്നു. വണ്ടി നമ്പർ എഴുതേണ്ടത് ഡ്രൈവറുടെ പേര് എഴുതേണ്ടത് വണ്ടി നമ്പർ എഴുതി വെച്ചു. അത് നമുക്കിവിടെ പാസ് അടിച്ച് ചെയ്യുമ്പോൾ ഒരു ബാറ്റ് കിട്ടും. ആ ബാറ്റ് ഇവിടെ വെക്കണം. പിന്നെ ബാറ്റും കൂടാണ്ട് ചെറിയൊരു സ്ലിപ്പും കൂടി കിട്ടും. അപ്പോൾ ആ സ്ലിപ്പും കൂടി നേരെ നമുക്ക് യാർഡിലോട്ട് പോകണം. കണ്ടെയ്നർ ഇരിക്കുന്ന യാർഡിലേക്ക്, അവിടെ സ്ലോട്ടുകളുണ്ട് കുറേ. അപ്പോൾ ആ സ്ലോട്ടിൽ ചെന്നിട്ട് വേണം കണ്ടെയ്നർ എടുക്കാനായിട്ട്. 1R22 1R എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റിൽ കൂടി പോകും. നമ്മൾ സാധാരണ ലോഡ് ഇറക്കാൻ പോണത് അങ്ങോട്ടായിരിക്കും. ലോഡ് ഇറക്കാനൊക്കെ എൻ്റെ മിക്കവാറും കിട്ടണത് അങ്ങോട്ടാണ് ലോഡ് ഇറക്കേണ്ടത്. MT കണ്ടെയ്നർ കയറ്റാൻ കിട്ടുന്നത് ഈ വഴിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിയണം. ഇപ്പോൾ ഇവിടെ ഒരു 1R 2R എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1R സ്ട്രൈറ്റ്, 1R നേരെ അറ്റം ചെല്ലണം. ഞാനിവിടുത്തെ എടുത്തിട്ട് പോലും ഇല്ല, ഈ ആടിലോട്ട് പോലും വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കൂടുതലും സ്റ്റഫിങ് പണികളാണ് കൂടുതൽ. MT എടുക്കല ഒരു പരിപാടി ഇവിടെ നിന്ന് ഉണ്ടാവാറില്ല. കൂടുതലും ഞങ്ങൾ വണ്ടി എടുക്കുന്നത് അവിടെ നിന്നാണ്, ഈ യാർഡുകളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ആ സ്റ്റാക്കർ വന്നിട്ട് വേണം എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റാക്കറുകാരൻ ഇനി ഇപ്പോൾ ഒരെണ്ണം ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അവിടെ ഒരു വണ്ടി ഇറക്കാനുണ്ടായിരുന്നു, അത് ഇറക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ പരിപാടി. പോണ വഴിക്ക് ആ ബാറ്റൊന്ന് കാണിച്ചു നോക്കാം. ചിലപ്പോൾ എഴുതുന്നിട്ട് നമ്മുടെ പുറകെ വന്നു. നമ്മുടെ യാർഡ് ആ നേരെ കാണുന്ന സ്ലോട്ടാണ്. ഈ ഇരിക്കുന്ന സ്ലോട്ടുകളിൽ ഏതൊരു കണ്ടെയ്നറാണ് അത്. 1R22, അത് 1R യാർഡ്. 1R22 പോകണം.
അപ്പോൾ ഇവിടെ ഈ വഴി പോണതിൻ്റെ ഇവിടെ താഴത്ത് ഇവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. 1R22-ലാണ്. 1R22 അവിടെയാണ് ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് നോക്കാം കണ്ടേരണ്ട എവിടെ ഇരിക്കണം. ഇവിടെ പിന്നെ വണ്ടി കണ്ടെയ്നറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തുക, അവർ കണ്ടെയ്നർ കയറ്റി വെച്ച് തരും, നേരെ വണ്ടി എടുത്ത് പോവുക. മറ്റ് യാർഡുകളിൽ മാനുവലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ ചെന്ന് പാസ് അടിക്കണം, പാസ് എഴുതണം, പിന്നെ അവന്മാരുടെ സൗകര്യത്തിന് വന്നിട്ട് കണ്ടെയ്നർ കയറ്റി തരും. പിന്നെ സൗകര്യമുള്ള കണ്ടെയ്നറേ തരുവുള്ളൂ, അവർക്ക് സൗകര്യമുള്ള കണ്ടെയ്നർ നമുക്ക് തരുവുള്ളൂ. ഇവിടെ ആ ഒരു ടെൻഷൻ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ അതെല്ലാം ഡിസൈഡ് ചെയ്യണത് DP വെള്ള, നമുക്കതെന്ന് അറിയേണ്ട ആവശ്യമില്ല. തന്നെ നല്ല കണ്ടെയ്നറായിരിക്കും, കാരണം അവരവിടെ എക്സാം ചെയ്ത് വെച്ചേക്കണ കണ്ടെയ്നറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, നല്ലതായിരിക്കും ചീത്തയായിരിക്കും എന്ന്. കാരണം അത് നമ്മുടെ അണ്ടറിലുള്ള ഒരു പ്രശ്നമല്ല, അത് കംപ്ലൈൻ്റ് ആയാൽ തന്നെ. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം, ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം. 1R22 1R22-ൽ BMW 410 ലാസ്റ്റ്. ആ ഫസ്റ്റ് ഇരിക്കണ കണ്ടേറ, ഈ ഫസ്റ്റ് തന്നെ ഇരിക്കണ കണ്ടേറ, അത് കയറ്റി വെച്ചാൽ മതി. നമുക്ക് ലോക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാക്കർ വരണുണ്ട്, നേരെ സ്റ്റാക്കർ ഇപ്പോൾ തന്നെ വന്നു. രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി പറയും, കാരണം അവിടെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ലോക്കെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് മാറ്റിയിട്ട് കൊടുക്കണം, എന്നാലേ സ്റ്റാക്കറിനത് എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ വെച്ച് തരാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ടൈറ്റ് സമയത്തൊന്നും വേണമെന്ന് കണ്ടെയ്നർ കയറ്റുന്ന പരിപാടി ഇല്ല സാധാരണ. കാരണം കണ്ടെയ്നർ കിട്ടുമെന്നോ കണ്ടെയ്നർ എടുക്കാൻ താമസിക്കുമെന്നൊക്കെ വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ കണ്ടെയ്നർ കയറ്റിയിടും. ഇതിപ്പോൾ ഉറപ്പായിരുന്നു, വല്ലാറോടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 24 hour വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ടെയ്നർ കയറ്റാം. ഇത് ബാറ്റ് പുള്ളിനെ കാണിക്കണം. പുള്ളി ഇപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയത്, ബാറ്റ് കറക്റ്റാണ് കണ്ടെയ്നർ കയറ്റിയേക്കണേന്ന് നോക്കിയതാണ്. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, നേരെ കോട്ടയം വെച്ച് പിടിക്കണം. ഇപ്പോൾ വണ്ടി കണ്ടെയ്നർ കയറ്റി നമ്മൾ കണ്ടെയ്നർ കയറ്റി കഴിയുമ്പോൾ അടിയിൽ ഈ ലോക്ക് തിരിച്ചിട്ട് ഇതിൻ്റെ മൂലക്ക് ലോക്കുകളുണ്ട്. അപ്പോൾ ആ ലോക്ക് തിരിച്ചിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ലോക്കായി, വേറെ ഒന്നും നോക്കാറൊന്നുമില്ല. എല്ലാ ലോക്കെല്ലാം കറക്റ്റാണ്, പക്കയാണ്. ലോക്കും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നല്ല കണ്ടെയ്നറാണ്, വേറെ തുറന്ന് നോക്കാൻ പോലും ഇല്ല. അത് അവിടെ അവരുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ തുറന്ന് നോക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പെട്ടുപോടണം അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DP വേൾഡിൻ്റെ അവിടെ തന്നെ പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എന്നിട്ടേ പുറത്തേക്ക് വണ്ടി വിടുള്ളൂ. അപ്പോൾ നമ്മളെ പുലിക്കുട്ടൻ എന്തേ കിടക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കണ്ടെയ്നർ കയറ്റി കിട്ടി. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ വണ്ടി നമുക്ക് കയറിയ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തൂടെയുള്ള ഇറങ്ങേണ്ട ഗേറ്റിലേക്ക് വണ്ടിയായിട്ട് പോവുക. അവിടെ ചെന്നിട്ട് അവിടെ ഇതിൻ്റെ ബാറ്റ് കാണിക്കുക, ബാറ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പും കയ്യിൽ മേടിച്ച് നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് പോവുക. അതാണ് പരിപാടി. ഇവിടെ ഇത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇട്ട് സുഖമായിട്ട് തിരിക്കാം. പിന്നെ കാലി വണ്ടി ആയതുകൊണ്ട് നിർത്തി തിരിച്ചാലും കുഴപ്പമില്ല വണ്ടിക്ക്.
വല്ലാർപാടത്ത് ഈ ഒരു സിസ്റ്റം അടിപൊളിയാണ്. കാരണം വല്ലാർപാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് MT ഒക്കെ എല്ലാം എടുക്കേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് അതിലിപ്പോ സുഖം വേറെ ഒന്നുമില്ല. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് വന്ന് കണ്ടെയ്നർ എടുക്കുക, അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കണ്ടെയ്നർ എടുക്കുന്നു. വണ്ടിയിൽ നിന്ന് പോലും നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഈ ആടുകളിൽ പോകണമെങ്കിൽ നമ്മൾ അവിടെ ആ പൊടിയിൽ മുഴുവനും കറങ്ങി നടന്ന് അവിടുത്തെ അവന്മാരുടെ സൗകര്യം നോക്കി. പിന്നെ എനിക്കൊരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആടുകളിൽ എല്ലാം തന്നെ ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്. അപ്പോൾ അവന്മാർ നമ്മളെ വിളിച്ചു പറയുമ്പോൾ തന്നെ അവർ കണ്ടെയ്നർ റെഡിയാക്കി തരും. എല്ലാവരുടെ കാര്യം അങ്ങനെയല്ല. കാരണം പേഴ്സണലായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സ്പീഡിൽ നടക്കണമെങ്കിലും പേഴ്സണലായിട്ട് ബന്ധമില്ലാത്തത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ടഫാണ് ഈ കണ്ടെയ്നർ കണ്ടെയ്നർ എടുക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ടഫാണ്. കാരണം അവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഖമില്ലാത്തൊരു ഏർപ്പാടാണ് നമ്മുടെ ആടുകളിൽ നടക്കുന്നത്, MT ആടുകളിൽ നടക്കുന്നത്. കണ്ടെയ്നർ എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാരാണ് കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടി കണ്ടെയ്നർ ലോഡ് ഇറക്കിയിട്ട് MT ആടുകളിൽ ഇറക്കുന്ന ആൾക്കാരുടെ കാര്യം. അത് ഇത്തിരി ഭയങ്കര ശോകമാണ്. ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ കണ്ടെയ്നർ അന്ന് ഇറക്കാനും പറ്റില്ല. അത് കൂടാതെ ആ വണ്ടി അന്ന് പണിയും എടുക്കാൻ പറ്റില്ല. പിന്നെ അത് മെയിൻ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് മെയിലിട്ട് പൈസ അടച്ച് ഒക്കെ ചെയ്യണം, എന്നാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ബാറ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ MT കണ്ടെയ്നർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവേണ്ടതാണ് സാധാരണ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ എല്ലാവരും ചെക്ക് ചെയ്യണ്ടാവില്ലായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു സ്ലിപ്പ് നമുക്ക് തരും. കണ്ടെയ്നർ തുറന്നു നോക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടെയ്നർ തുറന്നു കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഈ പുറത്തേക്ക് പോകാനുള്ള നമുക്ക് EIR തരുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അവർ കണ്ടെയ്നർ തുറന്നു നോക്കണ്ട അവിടെ ബാക്കിൽ. അപ്പോൾ നമുക്ക് ഔട്ടിറങ്ങാനുള്ള സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായിട്ട് നേരെ പുറത്തേക്ക് പോയാൽ മതി, വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ സമയം 6:01, 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6:01 കണ്ടെയ്നർ കയറ്റി. 6 മണി എന്ന് പറയുമ്പോൾ 8:30 ആകുമ്പോൾ അവിടെ എത്തിക്കാൻ മതി. കാരണം 9:10 മണിക്കാണ് അവിടെ സ്റ്റഫിങ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വണ്ടി അവിടെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നില്ല, അവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ആ ഓഫീസിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി, ആ ഓഫീസ് കാണുന്ന ഓഫീസിൻ്റെ അകത്ത് മൊത്തം വണ്ടിയുടെ ഫോട്ടോയും വീഡിയോ എല്ലാം കിട്ടും ഇവിടെ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നോക്കിയിട്ട് അവർ വെരിഫൈ ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള പെർമിഷൻ തന്നു. അതായത് ഇവിടെ മറ്റേ ബാരിയർ പൊങ്ങി അതാണ് പെർമിഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുത്തുകൊണ്ട് വന്ന കണ്ടെയ്നർ ഓക്കെയാണ്, നമ്മുടെ പേപ്പർ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തേക്കണം. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടി. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഡീസൽ കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ എല്ലാം ഓക്കെ, ഡീസൽ കാർഡ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ ഭാഗം കൊണ്ടൊന്നും പോയിട്ട് കാണാൻ പറ്റാത്ത കോടയാണ് ഇപ്പോൾ ഈ റോട്ടിൽ. എറണാകുളത്ത് നിന്ന് ജസ്റ്റ് തൃപ്പൂണിത്തുറ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കോട ലെഫ്റ്റ് സൈഡിൽ എല്ലായിടത്തും. പിന്നെ ദൂരെ മൊത്തം കോടയാണ്, നമ്മൾ അടുത്തെത്തുമ്പോൾ മനസ്സിലാണല്ലെന്നേ ഉള്ളൂ. അതെ, ഈ പറമ്പിലൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കണ പോലെ കോട മഞ്ഞ് കിടക്കണത്.
ആ ബസ് കിടന്ന് പുറകെ കിടന്ന് കളിക്കണം. അവനെ കയറ്റി വിട്ടേക്കണം. അവന് കയറാൻ പറ്റണില്ല. കാരണം ചെറിയ റോഡായതുകൊണ്ട് അപ്പോൾ കൈയും കൂടി കാണിച്ച് ചവിട്ടിയൊക്കെ നിർത്തിയൊക്കെ കൊടുത്താൽ ഇവരൊക്കെ കയറി പോവുള്ളൂ. കാരണം ഈ റൂട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലും. റൂട്ട് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിച്ച് കയറി പോകും. പ്രൈവറ്റ് ബസ്സുകാർ അടിപൊളിയാണ് അതിന്. 2 മണിക്കൂർ കൊണ്ട് രാവിലെ ഈ സമയത്ത് തിരക്കില്ലാത്ത സമയത്ത് കോട്ടയം കയറുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദൂരം കൂടിയുള്ള കമ്പനിയിലേക്ക് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കൂടി കമ്പനിയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി. 10 മണിക്ക് കൊടുത്താൽ മതി വണ്ടി. 10 മണിക്ക് എടുത്താൽ അവിടെ കൊടുത്താൽ മതി. 8:20 8:29 ഓ 8:29 നേരത്തെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വണ്ടി റാമ്പിലൊക്കെ പിടിച്ച് പിന്നെ വണ്ടി ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കഴുകി സെറ്റാക്കി അവിടെ വെച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഉള്ള സെറ്റപ്പൊക്കെ ആവും. പാവം വണ്ടിക്കാരൻ ഒറ്റയ്ക്ക് നയിക്കണ്ട്. അത് പഞ്ചറായപ്പോ ഇന്നത്തെ സ്റ്റഫിങ്ങിനുള്ള വെയർ ഹൗസ് ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയും. ഇത് നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലം. നാട്ടകം പഞ്ചായത്തും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കമ്പനിലേക്ക് തിരിയാനായിട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇവിടെ ഒരു സാപ്പിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ചേർന്നുള്ളത്. സ്ഥിരം മഞ്ഞ വഴിയായതുകൊണ്ട് ലൈനും മുകളിലെ മരമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥിരം മഞ്ഞ ഗോഡൗണാണ്. അല്ല വെയർ ഹൗസാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റഫിങ് വേറെ കമ്പനിക്കുള്ളത്. അത് ഈ ചെറിയ വഴിയിലോട്ട് കയറുമ്പോൾ മുകളിലെ വയറുകളൊക്കെ ഞാനടുത്ത് കെട്ടി വെച്ചതാണ്. എന്നിട്ട് ഇവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവ് മേലൊക്കെ വലിച്ചു കെട്ടി പൊക്കി വെച്ചതാണ്. ഇവിടെയാണ് നമ്മുടെ ലോഡിങ് പോയിന്റ്. ലോഡിങ് പോയിന്റിലേക്ക് നമുക്ക് റിവേഴ്സ് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഫയറിൻ്റെ ഒരു ഓസ് ഉണ്ടല്ലോ, ആ ഓസത്തിൽ വണ്ടി ഒന്ന് കഴുകണം. ഇപ്പോൾ വണ്ടി കൊടുക്കുന്നതുകൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഓസത്തിൽ വണ്ടി കഴുകണം. വെള്ളം വന്നിടാൻ നോക്കാം. വെള്ളം വരണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഒന്ന് കഴുകിയെടുക്കാം. എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് കഴുകിയെടുക്കാം.
ഇട്ടിട്ടുണ്ട്. ഇവിടെ കൂടിയാണ് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇരിക്കണതൊക്കെയാണ് ലോഡ് നമുക്ക് കയറ്റേണ്ട സാധനങ്ങൾ. അപ്പോൾ ലിഫ്റ്റിലെടുത്തിട്ട് നേരെ ഇതിനകത്തേക്ക് കയറ്റി ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ലോഡ് കയറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറകിലേക്ക് വന്നിട്ട് ഞങ്ങൾ ലോഡ് കയറ്റുന്ന സമയത്ത് വന്നിരിക്കുന്ന സ്ഥലമാണിത്. ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയാണ് ഇവിടെ. ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടി ഫുഡ് അടിക്കണം. രാവിലെ പാക്ക് ചെയ്ത് വന്നതൊക്കെ ബാഗിനകത്തിട്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഫുഡ് അടിക്കാം. അപ്പോൾ അതിന് ചായക്കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കൊണ്ട് ലോഡിങ് കഴിഞ്ഞ് പേപ്പറും കിട്ടി. ഇതേ 12 മണിയായപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം. ഞങ്ങൾ പകൽ സമയത്ത് വന്നാലുള്ളൊരു കുഴപ്പം, അത് ശനിയാഴ്ച, അതിന് 2ാം ശനിയാഴ്ച 100 ആൾക്കാരുടെ ബഹളമായിരിക്കും. പഠിക്കാനിറങ്ങണ എല്ലോടിൻ്റെ വണ്ടിക്കാരുടെ ബഹളമായിരിക്കും. നമുക്കൊന്ന് സമാനമായിട്ട് ഓടിച്ചു പോകാൻ പറ്റില്ല. അത്യാവശ്യം വണ്ടിയാണ് മൂവായിക്കോളും. ഒരു 3 മണിക്ക് കോട്ടയം വല്ലാറോടത്ത് എത്രമെന്നാണ് വിചാരിക്കുന്നത്. അത് 12-11 12-11 എന്ന് പറയുമ്പോൾ ഒരു 1:15 2:15 3 മണിക്ക് എത്താൻ പറ്റുമായിരിക്കും. എത്തണം എന്നാ വിചാരിക്കണം, അതാണ് വിചാരിക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് പോകാനുള്ളതിനെ ഉണ്ടാവും നിറച്ചിട്ടിരിക്കണേ. ഇപ്പം അമ്മീന്ന് ഡീസലടിച്ച് ഇനി നേരെ ഷോപ്പിംഗ് ഒന്നുമില്ല, ചോറൊക്കെ ഇനി അവിടെ ചെന്നിട്ട് തിന്നെ. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഒരു 2:35 അത് എറണാകുളത്തെത്തി. എറണാകുളത്ത് ഇവിടെ വൈറ്റില ജംഗ്ഷനിൽ ബ്ലോക്കിൽ കിടക്കുന്നത്. ബ്ലോക്ക് ഇപ്പോൾ മാറുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടപ്പള്ളിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ബ്ലോക്ക്. ഇടപ്പള്ളിയിൽ ഇന്ന് 2ാം ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് നല്ല അടിക്കും ബ്ലോക്കായിരിക്കും. ദൈവത്തിനറിയാം എന്താവും. അങ്ങനെ വല്ലാർപാടം റോഡിലായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വല്ലാർപാടത്തേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് മരുന്നടിക്കണം വണ്ടിക്ക്. ഇതിന് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പാലറ്റിന് പൂപ്പലും ചെതലൊക്കെ ഒന്നും കയറാതിരിക്കാൻ, അതായത് ഇങ്ങനത്തെ പ്രാണികളുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഒരു തരം മരുന്നടിക്കും. അപ്പോൾ ആ മരുന്നടിക്കാൻ വേണ്ടി അവിടെ നിർത്തണം. അപ്പോൾ അതിനുള്ള ചെക്കൻ അവിടെ നിൽക്കണം. അപ്പോൾ മരുന്നടിച്ചിട്ട് വേണം വണ്ടി വല്ലാർപാടത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. എന്നിട്ട് വേണം ലോഡറൊക്കെ. അങ്ങനെ ഒരു പ്രോസസ്സും കൂടിയുണ്ട് ഇതിൻ്റെ പുറകിൽ. അവിടെ മരുന്നടിക്കാണ്ട് നിർത്തി. അകത്തേക്ക് കയറിയിട്ട് ഇവിടെ സീല് കാണിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റംസിനെ സീല് കാണിച്ചിട്ട് വെരിഫൈ ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാൻ. കണ്ടെയ്നർ ഇറക്കാനുള്ള പേപ്പറും കിട്ടി, സീലും കിട്ടി. അപ്പോൾ ഇനി പേപ്പർ അടിച്ച് ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. എന്നിട്ട് നേരെ യാർഡിൽ കൊണ്ട് കണ്ടാറിറങ്ങാം. രാവിലെ എടുത്ത യാർഡ് വണ്ണാറാണ്. ഇനിയിപ്പോൾ കിട്ടാൻ പോണത് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ പേപ്പർ അടിച്ച് കിട്ടുമ്പോൾ അറിയാൻ പറ്റും.
നമുക്ക് കിട്ടുന്ന 3A30 കൊണ്ട് 3A30 കൊണ്ട് ഇറക്കണം. അപ്പോൾ നമുക്ക് ഇറക്കേണ്ടത് 3Aയിലാണ്. 3Aയിൽ 30യിലാണ് ഇറക്കേണ്ടത്. ഇവിടെ 73 തുടങ്ങി ഇവിടെ നിന്ന് നേരെ വരുമ്പോൾ 30യിലേക്ക് പോകണം. നമുക്ക് 30യിൽ ഓൾറെഡി വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. 2 വണ്ടി അവിടെ ഇറങ്ങേണ്ടത്. ഇപ്പോൾ മിക്കവാറും 30യിലാവാനേ ചാൻസ്. അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ പിടിക്കാം. അതിന് മുമ്പിൽ കയറ്റി പിടിച്ചിട്ടും കാര്യമില്ല. കാരണം ചിലപ്പോൾ അത് ഇറക്കിയിട്ട് മുമ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടി വെള്ളം ബ്ലോക്ക് ആവും. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് എടുത്ത് മറ്റേ വണ്ടിയിൽ നിന്ന് കണ്ടെയ്നർ എടുത്തിട്ട് അത് ഇവിടെ കൊണ്ട് സ്റ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അടുത്തൊരു വണ്ടി ഇവിടെ കൊണ്ടൊന്ന് പിടിക്കരുത്. കാരണം അത് വെക്കണ സമയത്ത് വല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയോ അല്ല എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നേരെ വണ്ടിയുടെ പുറത്തേക്ക് വീഴും. അതൊരു 40 കണ്ടെയ്നർ ആണെങ്കിൽ വണ്ടി നല്ല ശരിക്കും ചളങ്ങിപ്പോവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ റിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവിടെ വെച്ചിട്ട് നമ്മളെ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാത്രം വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ നേരെ താഴ്ത്തി പിടിച്ചു കൊടുക്കുക. അത്രയും നേരം നമ്മൾ ഇത്തിരി ബാക്കിലൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അത് എല്ലാം മെഷീൻ ഓപ്പറേറ്റിംഗ് അല്ലേ. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇവരുടെ ഒരു സേഫ്റ്റി ക്ലാസ് ഉണ്ട്. ആ സേഫ്റ്റി ക്ലാസ്സിലും പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരിക്കലും ആ ലോട്ടിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തരുത്. അതിന് മുമ്പിൽ അത് എത്രയും മുമ്പായിട്ട് ഉള്ള കണ്ടെയ്നറിൻ്റെ ബാക്കിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തരുത്. സംഭവിച്ചിട്ടില്ല ഇവിടെ ഇതുവരെ, പക്ഷേ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലൈനിലേക്ക് വരും. അപ്പോൾ അവൻ നമുക്ക് ഇറക്കേണ്ടത് ഈ 40 ഇരിക്കുന്നതിൻ്റെ ഈ ലൈനിലാണ്. 30യിലാണ് നമുക്ക് ഇറക്കേണ്ടത്. ഇപ്പോൾ 29 30യിലാണ് നമ്മളുടെ വണ്ടി പിടിച്ചത്. നമ്മൾ ഈ ബാറ്റ് അതിന് മുകളിലോട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അവർക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോട്ട് ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കാം. വണ്ടി സാധനം പോയി. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ 4:37 PM. രാവിലെ 4 മണിക്ക് എണീറ്റതാണ്. വന്ന് കണ്ടെയ്നർ കയറ്റി ആ കണ്ടെയ്നർ ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. 4:37 ആയപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. കറക്റ്റ് 12 മണിക്കൂർ. 12 മണിക്കൂർ കൊണ്ട് നമ്മുടെ പണി ഒതുങ്ങി. പിന്നിപ്പോൾ ഒരു കണ്ടെയ്നർ നാളത്തേക്കുള്ളത് കയറ്റിയിടണം. അത് വേറെ പണിയല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ ടൈമിങ്ങിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ലോഡിങ് നടക്കുന്നുണ്ട്. 2 കപ്പലുണ്ട്. SC ചെന്നൈയും അടുത്ത കപ്പൽ SM മാഹിയാണ്. ഇതാണ് ഈ ആടുകളിലൊക്കെ വന്നുള്ള സീറ്റ്. ഈ പേപ്പറുമായിട്ട് ലവന്മാരുടെ പുറകെ ഇങ്ങനെ നടക്കണം കണ്ടെയ്നർ കിട്ടുന്നവരും. അത് ഇവരുടെയൊക്കെ സൗകര്യം അനുസരിച്ച് സമയം അനുസരിച്ചൊക്കെ നമുക്ക് കണ്ടെയ്നർ കിട്ടുള്ളൂ. അതിലാവശ്യം കണ്ടെയ്നർ ഇതൊക്കെ നോക്കിയെടുത്ത് തരും. 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കണ്ടെയ്നർ കിട്ടി. ഒരു മൂലക്കൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഡാമേജ് കണ്ടെയ്നർ. ഭദ്രാവതിയെങ്കിൽ ഭദ്രാവതി കിട്ടി. ലെഫ്റ്റിന് ഒരു 100 രൂപ കൊടുത്താൽ എന്താണ് വേടാ. വണ്ടി വരുമ്പോൾ തന്നെ പൊക്കി പിടിച്ചോണ്ടിരിക്കേ. കണ്ടെയ്നർ കയറ്റി കിട്ടി. ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് ബേയിലേക്ക് പിടിക്കണം. ഈ ചടങ്ങൊന്നും എല്ലാവരോടും കണ്ടെയ്നറിനും ഇല്ല.
ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് നേരെ വല്ലാർപാടത്ത് ഇടണം. ഇപ്പോൾ കളമശ്ശേരി നിൽക്കണ കണ്ടെയ്നർ കയറ്റിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വല്ലാർപാടത്തുകൊണ്ട് വണ്ടി ഇട്ടിട്ട് വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്ത മറ്റേ വണ്ടികളൊക്കെ എടുത്ത് മാറ്റി ഇതവിടെ ഇട്ട് ആ വണ്ടി കൊണ്ട് വേറെ സ്ഥലത്ത് കാറിട്ടേക്കുന്ന സ്ഥലത്തിട്ട് കാറെടുത്ത് വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അവിടെ ചെല്ലുമ്പോൾ അവിടെ വണ്ടിയുടെ സ്ഥലം ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഇന്നത്തെ സൂര്യ ഉദയവും കണ്ട് സൂര്യാസ്തമയവും വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ കണ്ട്. സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. അല്ല, അടിപൊളി വ്യൂ അല്ലേ? ഈ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ വണ്ടിയിൽ തന്നെ പണിയെടുക്കണം. വേറെ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വണ്ടി ഓടിക്കാം, നമുക്ക് തോന്നുന്ന സ്ഥലത്തോടെ നിർത്താം, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വണ്ടി എത്തിക്കാം. ആ ഒരു ടൈമിങ്ങൊക്കെ നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള കിട്ടിയേക്കുന്ന ഒരു കമ്പനിയുമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ കഷ്ടപ്പാടായിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് തോന്നില്ല. പണിയെടുക്കുന്നതായിട്ട് പോലും എനിക്ക് ശരിക്കും ഫീൽ ചെയ്യണില്ല. ചില സമയങ്ങളിൽ മാത്രമേ പണിയെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. ഇല്ലെങ്കിൽ ഒരു തമാശ, വണ്ടി ഓടിച്ച് അവിടെ പോകുന്നു, അവിടെ തിരിച്ചുകൊണ്ട് വരുന്നു, കുറേ കാശ് കിട്ടുന്നു, അടിപൊളി. അതാണ് വണ്ടി ലൈഫ്. വേറെ മൂടാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വണ്ടി ഇടാനുള്ള സ്ഥലം ഇവിടെ പിടിച്ചിട്ടുണ്ട്. ആ കാറ് പതുക്കിയാന്ന് ഒതുക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റിയിടാം. അതൊക്കെ. അപ്പോൾ ആ വണ്ടി എടുത്ത് മാറ്റിയിട്ട് ഈ വണ്ടി അവിടെ കയറ്റണം. ഇതെടുത്ത് മാറ്റിയിട്ട് വേണം ഈ സ്പേസിൽ ഈ വണ്ടി എടുത്തിടണം. എന്നിട്ട് ആ വണ്ടി കൊണ്ടിട്ട് കാറ് കിടന്ന് എടുത്തിടണം. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് അങ്ങ് മാറ്റിയിട്ട് ആ വണ്ടി ഇടുന്നിട്ട് ഇവിടെ ഇടണം. എന്നിട്ട് ഈ വണ്ടി കൊണ്ടിട്ട് അവിടെ കാറ് കിടക്കുന്നിടത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വർക്കും കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ മറ്റേ വണ്ടികളുടെ 2 വണ്ടികളുടെ ഇൻഷുറൻസ് പേപ്പറാണ്. അപ്പോൾ അതെടുത്ത് വണ്ടിയിലേക്ക് വെക്കണം. നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായി. അപ്പോൾ ഇനി ഓക്കെ. അപ്പോൾ നാളെ സൺഡേ ഹോളിഡേ, നേരെ എടുത്തുകൊണ്ട് പോയാൽ മതി. Okay.